ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ് കുറേ നാളുകളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറേ നാളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ടുണ്ട്, ഒത്തിരി ദിവസമായിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം വീഡിയോയിൽ, അതായത് യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലായാലും പിന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിലായാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ, വീഡിയോ നിർത്തിയാൽ എന്തിടാത്തത് എന്ന് പറഞ്ഞേക്കാം. അപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല വീഡിയോ ഇടാത്തത്, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ ഹോസ്പിറ്റൽ കേസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ, ഹോസ്പിറ്റൽ കേസുമായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അൽഹംദുലില്ലാ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ 10ാം ക്ലാസ് അല്ലേ, അപ്പോൾ അവർക്കിപ്പം ഓണപ്പരീക്ഷ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ട്യൂഷനിൽ എക്സാം നടക്കുന്നത്, അപ്പോൾ അവർക്ക് പഠിക്കണം, പിന്നെ അവരെ കാര്യങ്ങൾ നോക്കണം, സ്കൂളിൽ വിടണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ കൊണ്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ഉള്ളൊരു സമയമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. അപ്പോൾ അൽഹംദുലില്ലാ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും സുഖം തന്നെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് കുറച്ച് ടെൻഷനൊക്കെ ആയിപ്പോയി കേട്ടോ, അതുകൊണ്ടിട്ടാണ്. അപ്പം മോൾക്ക് ചെറുതായിട്ടൊരു സുഖമില്ലായിരുന്നു, അപ്പോൾ അങ്ങനെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. ഇപ്പോൾ പേടിക്കുന്ന വിധത്തിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ചെറിയ എവിടെ ഇങ്ങനെ താണ്ടിയുടെ എവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മുഴയാണ്, ഒരു സംഭവമാണ്. അപ്പോൾ പേടിച്ചു പോയി. അങ്ങനെ ഹോസ്പിറ്റലിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഓക്കെ ആയിപ്പം. അപ്പോൾ അതെല്ലാം എന്താ വെച്ചാൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ 1-2 ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് സർജറി ചെയ്യണം, എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റുള്ളൂ, പിന്നെ ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആകെ ടെൻഷനായിപ്പോയി, പേടിച്ചു പോയി. പിന്നീട് വേറെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഗുളിക കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗുളിക കഴിച്ചപ്പോഴത്തേക്ക് വറ്റിയിട്ടുണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും വരുന്ന അവിടെ ഇവിടെയൊക്കെ ഈ കഴുത്തിൽ ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് വരുന്ന ഒരു മുഴ, അത് ഒരു എന്തോ ഒരു സംഭവം ഇങ്ങനെ ചതയാണ് കുരുണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കൊണ്ടൊക്കെയായിരുന്നു വീഡിയോ ഇടാഞ്ഞത്. പിന്നെ അവർക്ക് എക്സാമൊക്കെ നടക്കുന്നുണ്ട്, പഠിത്തം കാര്യങ്ങൾ, പിന്നെ എൻ്റെ ഇടയിൽ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം ഇൻഷാ അള്ളാ ഇനി നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഡെയിലി വീഡിയോസൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ചില എന്തിനാണ് ട്രാവലിങ്, അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് വീഡിയോ, അതുപോലെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോസ് എല്ലാവരും കാണണം. നമുക്കിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബ് കുറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാത്തതുകൊണ്ടിട്ടും, അപ്പം വീഡിയോ ഇടാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കാം എന്ന് തോന്നുന്നു സബ്സ്ക്രൈബ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മളെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് കാണുന്നവർ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റുകളിടാം നിങ്ങൾക്ക്. പിന്നെ ഓക്കെ, അപ്പോൾ ഇൻഷാ അള്ളാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോസിൽ കാണാം. ഓക്കെ, അങ്ങനെ ഗേസ് രാവിലത്തെ ഒരു വൈബാണ് ഈ കാണുന്നത്. അതായത് രാവിലെ ഒരു 7 മണി ആയപ്പോഴത്തേക്കും നല്ല മഞ്ഞുണ്ട് കേട്ടോ. കാരണം ഒരു 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു മൂടൽ മഞ്ഞാണ്, സംഭവം അടിപൊളിയാണ് കാണാനായിട്ട്, നല്ലൊരു വൈബാണ്. നല്ല മഞ്ഞതോ കണ്ടില്ലേ. അപ്പം കുറച്ച് ഇപ്പോൾ ഒരു 7-7:30 മണിയായിട്ടുണ്ട്, കാരണം കുറേ അങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലായപ്പോഴത്തേക്കും കുറച്ച് മാറി വരുന്നുണ്ട് മഞ്ഞ്. നല്ലൊരു വൈബാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്, പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഒക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഇടാറുണ്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട്. അപ്പോൾ ഗേസ് നമ്മുടെ മക്കൾക്ക് പോകാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷന് പോകണവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഓണത്തിൻ്റെ എക്സാമാണ്. അപ്പോൾ അവർ രാവിലെ വിടണം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അങ്ങനെ അവരെ എക്സാമായിട്ടൊക്കെ മക്കളതാ പോകുന്നുണ്ട്. ജുമാന ഇറങ്ങി പോകുന്നുണ്ട്. 7:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അവൾ പോവുകയാണ്. റയാൻ ഇതിനകത്ത് നിന്ന് ഒരുങ്ങുന്നതൊക്കെ ഉള്ളൂ, ആൾ പോയിട്ടില്ല. ഇനി എന്തായാലും ഒന്ന് ലേറ്റായിട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ, ആൾ സമയത്തൊന്നും പോകത്തില്ല. 7:30 മണിയെന്ന് പറയുകയാണെങ്കിൽ ആ കറക്റ്റ് 7:30 മണി സമയത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. കണ്ടോ മഞ്ഞുണ്ടോ, ഭയങ്കര മഞ്ഞാണ്. അങ്ങനെ ഗേസ് അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു വൈബ് കാണുന്നുണ്ട് കണ്ടോ. അപ്പോൾ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ജുമാന ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോയതേ ഉള്ളൂ, കാരണം ഉച്ചവരേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ ഞായറാഴ്ച എടുക്കുന്നൊരു വീഡിയോസാണ്, അപ്പോഴത്തേക്ക് ഉച്ചവരെ അവൾക്കുള്ളൂ. അങ്ങനെ വിചാരിച്ചു എന്തായാലും വന്നിട്ട് കാപ്പി കുടിക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ടൊരു ബ്രെഡും ചായയും കുടിച്ചിട്ട് പോയി. അങ്ങനെ എന്താണ് ബെറോട്ട ഉണ്ടായിരുന്നു, കവർ ബെറോട്ട. അപ്പോൾ ജസ്റ്റ് അത് എപ്പോഴും മേടിക്കത്തില്ല, വല്ലപ്പോഴും മാത്രമേ മേടിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ വല്ലപ്പോഴും, എന്നും ഒന്നും മേടിച്ച് കഴിക്കത്തില്ല. അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ ഞാനിത് വാങ്ങിച്ചതുണ്ടായിരുന്നു, പാക്കറ്റ് ബെറോട്ട ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ബെറോട്ട ഉണ്ടാക്കി ബീഫ് കറിയും കൂടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വന്നിട്ട് കഴിക്കാമോ, ഇപ്പോൾ കഴിച്ചിട്ട് പോകാൻ സമയമില്ല, എക്സാം നടക്കുന്നുണ്ട്.
അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ പെറോട്ടയൊക്കെ എടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബീഫും കൂടിയൊക്കെ ഒന്ന് വഴറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ട് 12:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ അവരെന്തായാലും ഇതെടുത്ത് കഴിക്കും. പിന്നെ വെപ്രാളപ്പെട്ട് കഴിക്കാനൊന്നും പറ്റില്ല, അവർ സമാധാനത്തിലിരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ലൈറ്റായിട്ട് ബ്രെഡും ചായയും കുടിച്ചുകൊണ്ട് പോയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഇതാ ഓരോ ലെയറും എടുത്ത് ഇങ്ങനെ വെച്ച് കുറച്ച് എണ്ണയും കൂടെയൊക്കെ വീഴ്ത്തിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. സംഭവം അടിപൊളിയാണ്. എന്നാൽ നമ്മൾ പാക്കിങ് ബെറോട്ടയല്ലേ, ഒരുപാട് അധികം കഴിച്ചും കൂടാ, വല്ലപ്പോഴുമൊക്കെ കഴിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഗേസ് ദാ നമ്മുടെ മക്കളൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ട്, റയാൻ ജുമാനായി. അപ്പോൾ അക്കു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അക്കുവിന് 8:30 മണിക്ക് പോയാൽ മതി, അതുകൊണ്ടിട്ട് അക്കു ലേറ്റായിട്ടാണ് പോയത്. അപ്പം അക്കു കാപ്പിയൊക്കെ കുടിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഉച്ചയ്ക്കിന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇതാ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുഡ് ഉണ്ടാക്കാൻ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇതാ ഇങ്ങനെ നിരത്തി വാരി വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി മക്കൾ പോയതിന് ശേഷമാണ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്യുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. കാരണം അവരുണ്ടെങ്കിൽ അവരെ കൂടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ കിച്ചണിൽ കയറി. പിന്നെ ചോറ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ കയറിയിട്ട് ദാ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് കറിയാക്കിയിട്ടുണ്ട്. ചൂരമീനാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇനി അതൊക്കെ സാമ്പാർ വയ്ക്കണം. പിന്നെ ഗേസ് ദാ ഇതുണ്ടോ, ഞാൻ കയ്യിലൊരു മൈലാഞ്ചി ഇട്ട്, ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഫാമിലിയിൽ, അപ്പം മൈലാഞ്ചി ഇട്ടതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് ചായയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഗേസ് ദാ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു ഷോർട്ട് വീഡിയോയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ ബൈ.